താരകൻ തൻ ദിവ്യ സന്നിധാനത്തിൽ ശോകമോഹഭാവമെൽ അന്ത്യനാളിൽ ആരാധിക്കാം. ഹല്ലേലൂയ. മണ്ണിൽ നിന്നും പ്രാർത്ഥനായി കേഴുന്നു
വിളിക്കുകയും സങ്കടത്തിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാക്കാൽ പ്രതീക്ഷയാണ് എന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ മഹിദാശയത്തൻ പരിപാവനമാ ബലികൾ പോലെ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ ഒരു വത്സലരാം സ്ത്രീകനും ഒരുപോ വിനയാജ്ഞതരാ തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു മനുഷ്യർക്കുന്നവരെ എന്റെ തിരുനാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവോദ്ധായകമായ ആശുദ്ധമകര്യമായ ഒരു ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും എന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെ നിന്റെ ദാസി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗ്ഗവാസത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നീക്കിയോ
കരുണയോടെ നിലനിർത്തണമേ നല്ല വിരുദ്ധ വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങും.
ആകാശം ഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പാപപുത്രൻ റൂഹായി മൃതരാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുമാമേ തെളിവായ എന്നുടെ നാഥാനി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. നിരതയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെ ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൾ എല്ലാം മഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. പറുദീസായായി കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അതിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാണൻ പാവമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കാൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ നീക്കുമാമേ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മറ്റവരെ ഒപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. അതിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മറ്റവരെ നികർണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. അഭേദ്യമായി നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ഈ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണം. നീതിമാന്മാരെ സ്വർഗീയ മനോഹരയിലേക്ക് നയിക്കുവാനായും വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടു കൂടെ യാഗത്തിനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യസൗഭാഗ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരുടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ പിതാവിൻ പക്ക ൂവി
ജന്മം ധന്യമാ പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നു പലൂടൻ ചോദിച്ചു സ്വന്തമെത്താൻ കർത്താവേ ഇല്ലതെല്ലുമേ എത്തി ഞാനെത്തി ഞാനും എന്റെ തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുവാനെ നാഥന്റെ ചാരി പിറ്റേന്നു കഴിയുന്നു നിങ്ങൾ എന്തിനായി ഞാനും സ്വന്ത ദേശം എങ്കിലും തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ശാരി മാമക ജീവിതം പോലെ വായുകയാണി മണ്ണിൽ ജീവിതം ഒരു നിഴൽ പോലെ വായുകയാണി മണ്ണിൽ വീഴുകയാണ് അഴലുകൾ നീക്കണമേ ആഴമതിൽ ഞാൻ വീഴുകയാണ് അഴലുകൾ നീക്കണമേ എന്നുടെ രോദന നിരതം കേൾക്കാൻ നിൻ ചെവിച്ചായി കേളി എന്നുടെ രോദന നിരതം കേൾക്കാൻ നിൻ ചെവിച്ചായി കേളമേ കരുണയെഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ മാമക ജീവിതം ഒരു നിഴൽ പോലെ വായുകയാണി മണ്ണിൽ മാമക ജീവിതം ഒരു നിഴൽ പോലെ വായുകയാണി മണ്ണിൽ നരരുടെ സ്മരണയിൽ നിന്നു നിതാ നരരുടെ ദൃഷ്ടിയിൽ നിന്നു അവരുടെ വായുകയാളുടെ തിരശീലയതിൻ ആഴമതിന്നോട് തിരശീലയതിൻ കരുണയിടും ഭവനാഥ എന്നെ കനിവോടോർക്കണമേ മാമക ജീവിതം ഒരു നിഴൽ പോലെ വായുകയാണി മണ്ണിൽ മാമക ജീവിതം ഒരു നിഴൽ പോലെ വായുകയാണി മണ്ണിൽ. സ്നേഹമുള്ളിടുന്നു പോയിടുന്നു ഞാൻ മുതാ
സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ വിശുദ്ധരൊത്തു വാഴുവാൻ ഈശ്വരനെ പുകഴ്ത്തുവാൻ ദൈവം പക്കലേക്ക് പോയിടുന്നു സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ പൂഴിയായ ദേഹവും ലോകവും വേർപിരിഞ്ഞ് പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ പോയിടുന്നു ഞാൻ മുതാ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിലേക്ക് പോയിടുന്നു ഞാൻ മുതാ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു ആദ്യൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്ക് സ്തോത്രം വേഗം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യമുന്നേ ഇന്നലേക്കാളൽപ്പം സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുവാൻ ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും
കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. സ്വർഗകവാടം തുറക്കൂ. നാഥാ കാരുണ്യമായി പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥാ നിന്റെ കാരുണ്യം അളവറ്റതല്ലോ. സർവം പൊറുക്കണേ നാഥാ നിന്റെ കാരുണ്യം അളവറ്റതല്ലോ. സ്വർഗകവാടം തുറക്കൂ. നാഥാ കാരുണ്യമായി പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നീരവായരുൾ ചെയ്ത നാഥാ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നീരവായരുൾ ചെയ്ത നാഥാ. നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. സ്വർഗകവാടം തുറക്കൂ. നാഥാ കാരുണ്യമായി പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. ഞാനിൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ ഒഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. പോകുന്നു ഞാനങ്ങു വിണ്ണിൽ, വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ.
സ്വലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിന്റെ പക്കൽ സ്വലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ സ്വലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. മൊഴിഞ്ഞു സന്താപം പെട്ടെന്ന് നാഥരായി ഭൂവി നിങ്ങളെ ഞാൻ കൈവിടില്ല. സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെന്ത്യോശാന്തി. ഞാനെൻ പിതാവിന്റെ പക്കൽ സ്വലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അതാണെന്റെ മോദം, ഞാനെൻ പിതാവിന്റെ പക്കൽ സ്വലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാൻ. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വലോകനാഥൻ ഒഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. വെറുത്താൽ നിന്ദനം കൊണ്ടേ നിറച്ചാൽ എന്നെയാണാലോ നിറഞ്ഞു. തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും. ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ ഉദിക്കും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വലോകനാഥൻ ഒഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. സ്വലോകനാഥൻ ഒഴിഞ്ഞു. ദുഃഖത്തിൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാൻ. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിപ്പങ്കു വേണ്ട. കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ഉള്ളിലെനിക്കെന്തു സുഖം വിടെ. ഭക്തന്മാരാം സഹോദര വീളത്തുപോൽ കൂടെയുണ്ട്. ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള ലോകത്തെ ഞാനോ എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
എന്നെ നിത്യവും കാത്തുകൊള്ളണേ ദൈവമേ. എന്നെ നിത്യവും കാത്തുകൊള്ളണേ. തന്നു സൗഖ്യവും തന്നു ശക്തിയും തന്നരുളേണം ദൈവം. അന്ത്യനാളിൽ വരുന്ന നേരം കാഹളത്തിങ്ങൾ മോദമോ ഭർത്താവിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും എല്ലാവരോടുമുള്ള ദുഃഖം ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഉമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്രമങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരണവും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലും ഭൂമിയുടെയും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുരുകാറ്റിരിക്കുമ്പോൾ ഓടിപ്പോകുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആർക്കും ആശ്രയം. എല്ലാ കൃപകൾക്കും തന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരുടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മത്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലക്കു പകർന്നിടും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരം ക്ഷയനാകും. മധ്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ,
വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരരെ, തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചിട്ട് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഈശോയിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ ഗ്രഹങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. വിശുദ്ധായ ഏറ്റവും സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു ഉത്തമയായ ഭാര്യയുടെ, ഒരു നല്ല അമ്മയുടെ, സ്നേഹനിധിയായ ഒരു അമ്മായി അമ്മയുടെ, വാത്സല്യമുള്ള ഒരു വല്യമ്മച്ചിയുടെ, അതിലൊക്കെ ഉപരിയായി നല്ല ഒരു അയൽക്കാരിയുടെ ശവസംസ്കാര ശുശ്രൂഷയിലാണ് നാം ഓരോരുത്തരും പങ്കെടുക്കുക. തൻ്റെ ജീവിതകാലത്ത് ഒത്തിരിയേറെ അധ്വാനിക്കുകയും തങ്ങളുടെ മക്കളെ, തങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ 6 മക്കളെ വിശ്വാസത്തിൽ വളർത്തുകയും അവരെ അധ്വാനത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുകയും അതിലൂടെ അവർ നേടിയെടുത്ത സൗഭാഗ്യം കൺകുളിർക്ക് കാണുവാനായിട്ട് ഭാഗ്യം ലഭിക്കുകയും ചെയ്തിരുന്ന ഒരു അമ്മ. തൻ്റെ കൊച്ചുമക്കളോടും മരുമക്കളോടുമൊക്കെ ഒത്തിരിയേറെ സ്നേഹത്തിൽ വർദ്ധിച്ചിരുന്ന ഒരു അമ്മ. ആ അമ്മയ്ക്ക് വിട ചൊല്ലുവാനായിട്ടാണ് നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കും മരണത്തിൽ നിന്ന് ഒഴികഴിവില്ല. എന്നാൽ മരണത്തിൽ നാം കൂടെ കൊണ്ടുപോകുന്നത് ഒരുപിടി ഓർമ്മകളും നാം ഈ ഭൂമിയിൽ കരുതി വെച്ച, സാംശീകരിച്ച കുറച്ച് നല്ല നന്മകളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അമ്മച്ചി നമ്മളോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അമ്മച്ചിക്ക് നമ്മളോട് പറയുവാനുള്ളതും നമുക്ക് തരുവാനുള്ളതുമായ ഒരു സന്ദേശവും ഇത് തന്നെയാണ്. ന്യായാധിപനായ കർത്താവ് നീതിയുടെ മുടി എന്നെ
അണിയിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ചെറിയ ജീവിതത്തിൽ ഒത്തിരിയേറെ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നതിലല്ല, ചെറിയ കാര്യത്തിൽ ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ടാകുന്ന, അല്ലെങ്കിൽ അവരെ നമ്മളെ ഓർക്കത്തക്ക വിധം ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മഹാന്മാരും മഹതികളുമൊക്കെ ആയിത്തീരുന്നത്. തൻ്റെ ജീവിതത്തിലൂടെ അത് ഈ അമ്മ നമുക്ക് കാണിച്ചു തന്നു. ഇന്ന് നിങ്ങൾ കൊച്ചുമക്കൾക്ക് അതോടൊപ്പം തന്നെ പ്രിയ ഭർത്താവിന് ഒത്തിരിയേറെ ആനന്ദിക്കാം. കാരണം ദൈവസന്നിധിയിൽ സ്വർഗത്തിലെ അനേകായിരം വിശുദ്ധർക്കും മാലാഖ വൃന്ദത്തോടുമൊപ്പം ദൈവത്തെ നിത്യമായി പാടിപ്പുകഴ്ത്തുന്ന ഒരു അമ്മയുടെ മക്കളാണ്, ഒരു വല്യമ്മച്ചിയുടെ പേരക്കുട്ടികളാണ്, ഒരു നല്ല ഉത്തമയായ ഭാര്യയുടെ ഭർത്താവാണെന്ന് ഇന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് അവരെ സ്വർഗീയ സന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. കാരുണ്യവാന് അമ്മയെ അനേക വൃന്ദം മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഒക്കെ പക്കലേക്ക് സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടർന്നുള്ള കർമ്മങ്ങളിൽ പങ്കുചേരാം. എല്ലാവർക്കും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികൾ, അയൽക്കാർ എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നിത്യാനന്ദന്റെ ഗ്രാമത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുരുദ്ധാനം വഴി മനുഷ്യർക്കത്തിന് പ്രതീക്ഷയും സർവവും പ്രദാനം ചെയ്ത വിഷയമായി ഒരു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസരുടെ മരണത്തിൽ സ്വയം കണ്ടെത്തിയ വിഷയമായി കരയുന്നവരെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയിരും ഞാനാകുന്നു, കരുണയോടേവം കരുണയോടന്തിമമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ വഴി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
അന്തിമോദ്ഘാടനം അർപ്പിക്കുവാനുള്ള സമയമാണിത്. നമ്മൾ ഉടനെ തന്നെ വിലാപയാത്രയായി പള്ളിയിലേക്ക് പോവുകയാണ്. നശ്വരമുലകിൽ വിടുതിയെനിക്കാ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിടവാങ്ങുന്നേ അശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ നടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും.
ഒരു 400 ബ്ലോക്ക് ഞാൻ കളി ബ്ലോക്ക് എങ്ങനെയുണ്ട്? 400 ബ്ലോക്ക് 4ആണോ? ഐഡല്ലേ എങ്ങനെയുണ്ട്? 400 ബ്ലോക്ക് സാധാരണ ആൾക്കാർ നമ്മളൊന്നും സാറിന് ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ ഉപയോഗിക്കാന്ന് പറയാം അവരെടുത്ത്. എന്നാണ്
അവരിത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമഹിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളേടാ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും.
ഞാൻ ദൈവത്തിലാനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റോഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ജീവിതകാലത്തെ സത്യത്തെ പ്രസാദം ചെയ്യാതെ നിയമനിധിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ചെയ്യുവാൻ തന്റെ പ്രാർത്ഥനയായും വിശ്വാസത്തോടുകൂടെ ഇയാളെ തന്റെ ഭാഗത്തെ കൊടുക്കുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കുലാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിനകന്ന് പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും.
സുഖഴിക്കൂ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സോഫ കൊണ്ട് നീ എന്നെ തടയുക, ഞാൻ നിർമ്മലനാകും. ഞാൻ മണ്ണിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കു ദാനം രക്ഷയുയരം നൽകുന്നു. താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസം. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശ്വരീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. എനിക്ക് മുറിഞ്ഞു കൊടുത്തി അവളെ വിശുദ്ധീകരിച്ചു. കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമസ്തുതിയോടെ തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ, ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നടക്കുന്ന മാൻമേടിയെ പോലെ കർത്താവേ, ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ നാസറിനെ ഏർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ വഴിപടിയേർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർഫലത്തേക്ക് സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരിയെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അങ്ങോട്ട് നേരെ പോണേ. മൊത്തം കൊടുക്കാനുള്ള ലാസ്റ്റ് കൊടുക്കാതെ കുന്തിരിക്കിടുന്നവരൊന്നും വരുന്നവർ ആ സൈഡ് വഴി ഒന്ന് വരാമോ? ഇതുവഴി വരണേ. നേരെ വരല്ലേ, അവിടുന്ന് വരല്ലേ. കൈ വരുന്നുണ്ടല്ലേ. ഈ വഴി പോരെ. അമ്മേ അമ്മേ അവിടുന്ന് വരല്ലേ. നിങ്ങൾ ഒന്ന് ഈ സൈഡ് വഴി പോയി. അല്ല അവരവിടെ നോട്ടെ. അല്ല പറഞ്ഞാൽ മതി. ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലം ഇവിടുന്ന് ഇവിടുന്ന് വന്നാലേ അവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് പോരെ. അല്ല അവിടെ നിന്നിട്ട് അതവരവിടെ
പരിചയപ്പെട്ടെ